ഇന്ന് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഗോതമ്പ് പൊടിയുണ്ട്, മൈദാ മാവുണ്ട്, കുറച്ച് മൈദാ മാവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിക്കകത്ത് ഒത്തിരിയല്ല, ഒരു കിണ്ണി മൈദാ മാവും കൂടി ചേർത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിക്കകത്ത്. നമുക്ക് എന്നിട്ട് ഇലയപ്പം ഉണ്ടാക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് ഒരു 1/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം പരത്താം. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്കയും ഞാലിപ്പൂവിനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ശർക്കരയുണ്ട്. ഇതാ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് പരത്താം. പാത്രത്തിൽ കുറച്ച് വെള്ളവും കേട്ടോ. നമുക്ക് പരത്താം. നമുക്ക് കനം കുറച്ച് വേണം ഇലയപ്പത്തിന് പരത്താൻ കേട്ടോ. വാഴയിലയുണ്ട്, വട്ടത്താമല ഇലയുണ്ട്. രണ്ടിലും വട്ടത്താമല ഇല മൊത്തം ഇവിടെ ദ്വാരം വീഴുന്നുണ്ട് മൊത്തം. അതുകൊണ്ട് നമുക്ക് ഇതിൽ പരത്തിയിട്ട് പിന്നെ ശർക്കരയൊക്കെ വയ്ക്കാം. ഞാൻ എല്ലാം നിരത്തി വെച്ച് കേട്ടോ. മാവ് ഇലയ്ക്കകത്ത് നിരത്തി വെച്ച് ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും പഴവും കൂടി വെച്ച് കൊടുക്കാം. തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ തേങ്ങയ്ക്കൊക്കെ തീ വില. എന്തിനു ചെയ്യാൻ? തേങ്ങയൊക്കെ കുറേച്ച് വെച്ചാൽ മതി കേട്ടോ. തേങ്ങയ്ക്ക് ഭയങ്കര വില. എന്തായാലും തേങ്ങയെല്ലാം വെച്ചാൽ പഴം വെച്ച് കൊടുക്കാം. പഴം വയ്ക്കട്ടെ. പഴം വെച്ച് ഇനി നമുക്ക് ശർക്കരയും കൂടി വയ്ക്കാം കേട്ടോ. ശർക്കരയും വെച്ച് ഇനി നമുക്ക് ഇത് മടക്കി കൊടുക്കാം. ഓരോന്നായിട്ട് മടക്കിയിട്ട് ഇഡ്ഡലിക്കുട്ടത്തി വെച്ച് ആവി കയറ്റി വേവിക്കാം. എൻ്റെ കയ്യിൽ ശർക്കര. ഓരോന്നായിട്ട് നമുക്ക് മടക്കാം. നമുക്ക് ഇലയപ്പം പുഴുങ്ങാം. ഇഡ്ഡലിക്കുട്ടത്തി വെള്ളം വെച്ച് എന്നിട്ട് നമുക്ക് വേണ്ട ഇതിൻ്റെ തട്ട് ഇങ്ങനെ കമത്തിയിടാം. ഇതെല്ലാം കൊള്ളുമെന്നറിയാൻ വയ്യ. നമുക്ക് ഓരോന്നായിട്ട് പറക്കി ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടാ. ഓരോന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഗ്യാസ് വെച്ചേക്കാണ്. ഇത് അടപ്പ് നല്ലോണം അടയ്ക്കാക്കുന്നില്ല. ഇതൊന്ന് ഇല ഒന്ന് വാടി വരുമ്പോൾ തിളച്ച് വരുമ്പോൾ ഇതൊന്ന് കുറയും, താരും. അപ്പം നമുക്ക് നല്ലോണം അടച്ചു വയ്ക്കാം കേട്ടോ. കിടന്ന് വേവട്ടെ ഇലയപ്പം. നമുക്ക് നോക്കാം. ഓക്കെ, വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ വേവട്ടെ. ഓക്കെ, നമ്മുടെ ഇലയപ്പം വെന്ത് കണ്ടോ. എന്താ ഇലയപ്പം വെന്ത് റെഡിയായി.